ഇവരെ മുമ്പ് പ്രസംഗിച്ചത് വരെ മറന്നുപോയി. ഇവരെന്നെ പ്രസംഗിച്ചൊരു പ്രസംഗം എടുക്കുക കേട്ടോളൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ വഴിക്ക് ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം. ഞാൻ ഖേദിച്ച് മടങ്ങാണ്, ആദം നിനക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് വലിയ ഖേദത്തിലാണ്. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം, അവനെ ഞാൻ പുറത്താക്കാൻ കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ. ഞാൻ വളരെ കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം, ശരീഅത്തിന്റെ നിയമങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇബ്ലീസിന്റെ കാര്യത്തിൽ പറഞ്ഞത് അവന് തൗബയുണ്ട്. എന്താ തൗബ? അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യലാണ്. നോക്കുങ്ങൾ, ഇത് വിശദീകരിച്ച് റൂഹുൽ ബയാനിൽ പറഞ്ഞു എന്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അതുപോലെ തന്നെ മുഴുവൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ച ഈ കാര്യം നമ്മൾ അറിയിക്കുന്ന വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുള്ള സമയത്തും മൗത്തായതിനു ശേഷവും ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്ലീസിന് വല്ലപ്പോഴും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. പക്ഷേ ആള് കിബറിന്റെ അങ്ങേയറ്റുള്ള ആളാണ്, കിബറിന്റെ അങ്ങേയറ്റം വരുന്നു. അതുകൊണ്ട് തന്നെ അവന് തൗഫീഖില്ലാതെ പോയി. തൗഫീഖാണ് നമുക്കൊക്കെ വേണ്ടത്. മശായിഖ് പന്നുണ്ടല്ലോ, ഓലെ പിന്തുടരാനുള്ള ഒരു തൗഫീഖില്ലാതെ പോയി. അങ്ങനെ തൗഫീഖില്ലാതെ പോയത് കൊണ്ട് അയാൾക്കതിന് സാധ്യമാകുന്നില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം. ഇത് നിങ്ങൾ നോക്ക്, ഇപ്പൊ പറഞ്ഞ് ബൽക്ക് റിഫായി മാലിയും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ലാതായി. ആരെക്കുറിച്ചാ പറയുന്നത്? മുജാഹിദുകളെ കുറിച്ചല്ല. മുജാഹിദ് നേരത്തെ തള്ളി. ഇന്ന് ഈ പറയുന്ന കാന്തപുരം വിഭാഗത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരതിനെ ചോദ്യം ചെയ്യുകയാണ്. റിഫായി മാലയെ, മൂസാ നബിയുടെ സംഭവത്തെ എന്തോ പറഞ്ഞു, ഖുർആനിൽ ഈ പറഞ്ഞതിനെതിരുണ്ട് എന്നാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ, പുതിയ വന്നാള്. അതിന് നൗഷാദിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്ക്. ഖുർആനിലെ കുറെ ആയത്തുകൾ എന്ത് ചെയ്യും? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യണ്ട, അതിന്റെ പരിഹാരം അള്ളന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളയാണല്ലോ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്, ആ അള്ളന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? അതൊക്കെ എന്റെ തീരുമാനമാണ്. എപ്പോ? ഓൻ തൗബ ചെയ്യാത്ത കാലത്തോളം, തൗബ ചെയ്യാത്ത കാലത്തോളം ഓന്റെ ഹക്ക് അതാണ്. ഓന്റെ തൗബ ഏതാ? അത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അത് ചെയ്യാത്ത കാലത്തോളം ഈ ഹുക്കുമാണ്. ചെയ്താലോ, തൗബ ചെയ്താ പിന്നെ മാറിയില്ലേ സംഭവം? പിന്നെ ഇബ്ലീസ് അല്ലല്ലോ. അത് തന്നെയാണ് ചോദിക്കുന്നത്. അവൻ ഇബ്ലീസ് അല്ലല്ലോ, അവൻ മാറിയില്ലേ? അപ്പൊ ഈ ആയത്ത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ആയത്ത് പിന്നെന്തോ ചെയ്യണോ? ആയത്തിൽ അല്ലാഹു തആല ഇബ്ലീസ് മൽഊനാണെന്ന് പറയുന്നു. ഇതിൽ ആദ്യം വേണ്ടതെന്താ പറയുക? ദീനൊക്കെ കൈകാര്യം ചെയ്യാന് ഈ മറ്റോ പറഞ്ഞല്ലോ, വർക്ക് ഷോപ്പിൽ പണിയെടുക്കുന്ന പണിയാണ് ഏറ്റവും നല്ലത്. അത് നല്ല പണിയാണ്, പക്ഷെ അതൊന്നും ദീന് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംഭവമല്ല. മൽഊനാണ്, അവന് നരകമുണ്ട് എന്ന് പറഞ്ഞ അള്ളയാണ് പറയുന്നത്. എന്ത്? ഓന്റെ തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യലാണ്. അപ്പൊ ചെയ്താലോ? ചെയ്താ ഇന്ന് ഇസ്തിസ്നായില്ലേ? ഒരാൾക്ക് ഇന്ന ശിക്ഷ ഉണ്ട്, ഓൻ ഇത് ചെയ്യാത്ത കാലത്തോളം അത് ചെയ്താൽ, അത് അള്ളാഹ് തന്നെ പറയുന്നു. അത് ചെയ്താലോ? ചെയ്യാന്നുള്ളത് ഓന് തൗഫീഖ് ഇല്ലാത്തോണ്ട് നടക്കൂല. ചെയ്താലോ? ചെയ്താൽ ഓൻ അതല്ല. ഏതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൂടെയുള്ള പിശാച് ഓൻ നരകത്തിലാന്ന് ഉറപ്പായിരുന്നു. പക്ഷെ റസൂല് മുസ്ലിം ആക്കി, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. അപ്പോൾ അവന് തൗഫീഖ് ഉണ്ടായി. ഇതുപോലെ തന്നെ ആർക്കാണ് ഇത് അറിയാത്തത്? അപ്പൊ അത് ഇനിയും മനസ്സിലാണില്ല, ഈ സംഭവം തന്നെ മനസ്സിലാണില്ല. നമ്മൾ പറയുന്നത് എന്താ? ഇത് മുംകിനാണ്, സാധ്യമായതാണ്, അസംഭവ്യമല്ല. സംഭവിച്ചിട്ടുണ്ടോ എന്നത് വേറെ കാര്യം. അത് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട് ഓനില്ലെന്ന് സംഭവിച്ചിട്ടില്ല. തുഹ്ഫ പറഞ്ഞ് വായിച്ചു, ഇമാം ഷഹറാനി തങ്ങളെ കിതാബ് വായിച്ചു.
ഓരോന്നോരോന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നേരിട്ട് വരി, എന്നിട്ട് ഈ വരി നമുക്കൊന്ന് നേരിട്ട് അർത്ഥം വെക്കാം. അതിനൊന്നും നട്ടലുള്ള ഒരൊറ്റ കുട്ടിയും ആ സംഘത്തിലില്ല. വെറുതെ വന്നിങ്ങനെ ബടായി വിടുക എന്നല്ലാതെ എന്തെങ്കിലും ഒന്നുകൂടി അയാൾ പറയട്ടെ. ഒരു വിവരവും ഇല്ലല്ലോ. നൗഷാദിന് അത് അറിയാവുന്നത് കൊണ്ട് നൗഷാദ് ബോധപൂർവം ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന ഇബ്ലീസിന്റെ കഥ, അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന ഇബ്ലീസിന്റെ കഥ, ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, അവന് തൗബയുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ അവൻ നന്നാകും എന്ന പ്രതീക്ഷയിലാണോ അള്ളാഹു പറയുന്നത് എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് ആരിസ് മദനി മുങ്ങി, ആരിസ് മദനിയെ കാണാനില്ല. പ്രതീക്ഷയോടുകൂടിയാണോ? നമ്മളെന്താ പറഞ്ഞ്? പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അല്ല പറഞ്ഞു എന്ത്? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബർ അവിടെ ഉണ്ട്, സുജൂദ് ചെയ്താൽ അത് തൗബയാണ്. പ്രതീക്ഷ ഉണ്ടോ അല്ലേ എന്നുള്ളതല്ലോ ഇവിടെ ചർച്ച. അത് സാധ്യമാണോ അല്ലേ? ഇപ്പോഴും ചർച്ച എത്ര കഴിഞ്ഞില്ല. രാമായണം മൊത്തം ഓതിയിട്ടു ഓന് ഈ ചർച്ച തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് തുഹ്ഫ വായിച്ചു വന്നത്. നമ്മൾ പറഞ്ഞു ഓൽക്ക് തൗബല്ല എന്ന് പറഞ്ഞപ്പോ ലിഅന്നഹും ലാ യതൂബൂൻ, തൗബ ചെയ്യൂല, അതുകൊണ്ടില്ല. നമ്മൾ പറഞ്ഞു സാധ്യമാണ്, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് ചെയ്യൂല. ഷഹറാനി ഇമാമിന്റെ കൗല് വായിച്ചു എന്ന് ഞാൻ പറയട്ടെ. ഷഹറാനി ഇമാമിന്റെ കൗല് നമുക്ക് ദലീലായി വന്നു. ചിലതൊക്കെ നമ്മൾ രണ്ടട്ടം പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരിയാവും. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, റിഫായി മാലയെ തള്ളാൻ, നൂഹ് നബി പറഞ്ഞ സംഭവത്തെ തള്ളാൻ, അതുപോലെയുള്ള കാര്യങ്ങളെ തള്ളാൻ ഒരു കിതാബും നിങ്ങൾക്ക് കിട്ടില്ല, ഒരു കിതാബും കിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എടുത്തത് ഇമാം റാസിയുടെ കിതാബല്ലേ. നമ്മൾ എന്താ ചെയ്തത്? ആ റാസി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അത്. അപ്പൊ റാസിയെ പിന്നെ ഒന്നുകൂടി ന്യായീകരിച്ചുകൊണ്ട് ജമ്മുൽ ജവാമിയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വന്നതാണ്. അതുകൊണ്ട് കുറഞ്ഞ ഒരു സമയം ജമ്മുൽ ജവാമീൻ്റെ ഒരു ഇബാറത്ത് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് നിർത്താം. അയാളെന്നെ ഒന്നുകൂടി വന്നോട്ടെ. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് വായിച്ചതാണ്, മുഴുവനും വായിക്കുന്നില്ല. ഫകാന സുദൂറുൽ ഈമാനി മിൻഹു, അപ്പോൾ ഇബ്ലീസിൽ നിന്ന് ഈമാൻ ഉണ്ടാകൽ മുഹാലൻ അസംഭവ്യമായിരിക്കുന്നു. മഅ അന്നഹു അമറ ബിഹി, അവനോട് കൽപ്പനയുണ്ടെങ്കിലും അത് അസംഭവ്യമാണ്. എന്തുകൊണ്ട് അസംഭവ്യമായി? അതാണ് അള്ളാഹുവിൻ്റെ ഖളാ ആണ്, വിധിയാണ് എന്നതിൻ്റെ ഒന്നാമത്തെ ന്യായം. അപ്പൊ അള്ളാഹുവിൻ്റെ വിധിയാണ് ഇവിടെ നടപ്പിലാവുകയുള്ളൂ എന്നതിന് ന്യായം പറയാണ് ഇമാം റാസി റഹിമഹുല്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ന്യായം വന്നു. ആദ്യം പറഞ്ഞതിനെ ഖണ്ഡിക്കാനല്ല 5 പറഞ്ഞത്, മറിച്ച് എല്ലാം ഖണ്ഡിക്കലായി. റാസി എടുത്ത് വായിച്ച് കുടുങ്ങി. റാസിയിൽ ആദ്യം അവിടെ പറഞ്ഞ ഇബാറത്ത് തന്നെ വളരെ വ്യക്തമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെയുള്ള അംബിയ ഔലിയാക്കളുടെ അധികാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അതിനെ നിഷേധിച്ചു വന്നപ്പോ ഇമാം റാസി അതിൻ്റെ ലാസ്റ്റ് ഒരു വാക്ക് കൊടുത്തു, അതിൽ കുടുങ്ങിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ചു ഈമാൻ കൊണ്ട്, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് അവനിൽ നിന്ന് അത് ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ് എന്ന ലഫ്ദാണ് ആര് പറയുന്നത്? ഇമാം റാസി പറയുന്നത്. ഒന്നുകൂടി കേൾക്കാം, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. കൽപ്പിക്കണമെങ്കിൽ മുംകിനായ കാര്യം കൊണ്ടേ കൽപ്പിക്കൂ. അല്ലാഹ് ഒരാളോട് കൽപ്പിക്കുമ്പോ സാധ്യമായത് കൊണ്ടേ കൽപ്പിക്കൂ, മുഹാല് കൊണ്ട് കൽപ്പിക്കൂല. അപ്പൊ ഇതിൽ പറയണ് മുഹാലാണ് എന്നും പറയണ്, മഅന്നഹു അമറ ബിഹി, അതോടൊപ്പം അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. എന്താ പറഞ്ഞത്? മുഹാലാണെന്ന് പറയുന്നു, അതിനോടൊപ്പം തന്നെ വഴിപ്പെടണമെന്ന കൽപ്പനയുണ്ട് എന്നും പറയുന്നു. അങ്ങനെ സംഭവിക്കുമോ എന്നാണ്. സാധുവാണ്, പൊട്ടന, വിവരമില്ലാത്തത് കൊണ്ടാണ്. റാസി ഇമാമിന്റെ തഫ്സീറൊന്നും വേണ്ട വിധത്തിൽ കാണാത്തതിന്റെ വിവരക്കേടാണിത്. ജംഅൊക്കെ ഓതിയ സമയത്ത് മാന്തിച്ചൊറിഞ്ഞ് നടക്കുമായിരുന്നോ എന്നാ എന്നോട് ചോദിച്ചത്. എന്നാ നൗഷാദെ എടുക്ക് ജംഉൽ ജവാമി എടുത്ത് വായിച്ചു നോക്കണ്ടേ, എന്തെങ്കിലും ഒക്കെ ഒന്ന് ഓതി പഠിക്കണ്ടേ. മാന്തിച്ചൊറിഞ്ഞും നടന്നിരുന്നത് ആരാണെന്ന് വളരെ കൃത്യമായി ഞാനിതാ തെളിയിക്കാൻ. മസ്അലത്തുൻ അത്തക്ലീഫു ബിൽ മുഹാൽ, മുഹാലായ കാര്യം കൊണ്ട് കൽപ്പിക്കൽ. അങ്ങനെ ഒരു തലവാചകം കൊടുത്തിട്ടാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ. അസംഭവ്യമാണ് കാര്യം, പക്ഷേ ആ കാര്യം കൊണ്ട് കൽപ്പിക്കാൻ പറ്റുമോ? നീ ചൊറിഞ്ഞും മാന്തി നടക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ ആ ജംഇല്ലേ,
ആ ജംഉൽ ജവാമി ആണ് ഈ വായിക്കുന്നത്. യജൂസു തക്ലീഫു ബിൽ മുഹാലി മുത്ലഖൻ. വല്ലതും മനസ്സിലായോ? എവിടെ നിന്ന് മനസ്സിലാകാനാ? കിബറും കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ. എനിക്കും നീ ഞാനൊന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇവര് എവിടുന്നോ ഒരു മുഹാനും കേൾക്കും, ഒരു മുക്കല്ലഫും കേൾക്കും, ജമ്മുൽ ജവാമിയിൽ ഉണ്ട് എന്നും പറയാൻ ഒരു സംഭവം എടുത്ത് കിട്ടിയില്ല. എന്താ സംഗതി എന്നറിയോ? 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ചർച്ച എവിടെ എത്തി നിൽക്കുന്നു? അതായത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് നന്നാവാൻ വേണ്ടി റിഫായി ഷേഖ് പറയാണ്. അവിടുന്നാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. മടവൂർ ഷേഖ് പറയാണ്. അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? ഇവര് പറഞ്ഞു അങ്ങനെ പറയാൻ അത് മുഹാലാണ്, അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് മുഹാലാണ്, ഒരിക്കലും ഉണ്ടാവില്ല, അസംഭവ്യമാണ്. നമ്മൾ പറഞ്ഞു അത് മുഹാലല്ല, സംഭവിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പം നമ്മളവരോട് ചോദിച്ചു, അല്ലാഹു തആല ഇബ്ലീസിനോട് പറഞ്ഞു തൗബ ചെയ്യ്. അപ്പം അല്ലാഹു അവനോട് കൽപ്പിക്കുന്നുണ്ട്, നൂഹി നബി കൽപ്പിക്കുന്നുണ്ട് തൗബ ചെയ്യ്, റിഫായി ഷൈഖ് കൽപ്പിക്കുന്നുണ്ട് തൗബ ചെയ്യ്, എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ കൽപ്പിക്കുമ്പോൾ മനസ്സിലായില്ലേ, ഈ കൽപ്പിക്കപ്പെടുന്ന കാര്യം അസാധ്യമാകാൻ പാടില്ല. സാധ്യമായൊരു കാര്യം കൽപ്പിക്കൂലല്ലോ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം നമ്മളോട് പറയാണല്ലോ, ശരിക്കും ഓതിപ്പടിക്കണം. ജമ്മടുക്ക് അതിൽ കാണാം മസ്അലത്തുൻ യജൂസു തക്ലീഫു ബിൽ മുഹാലി മുത്ലഖാ. മുഹാല് കൊണ്ട് നിരുപാധികം തക്ലീഫ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കാണാതെയാണോ വരവ് എന്നാണ് ചോദ്യം. സംഗതി ഭയങ്കര സംഭവമല്ലേ? ജമ്മിൽ ഇങ്ങനൊക്കെ ഉണ്ടായാലോ. നമ്മളും ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ സംഗതി എന്നാ ഞാൻ ഇവരോട് എന്താ പറഞ്ഞ നിങ്ങൾ, ജമ്മുൽ ജവാമി വായിച്ച് പഠിക്കാന്നല്ല. ജമ്മുൽ ജവാമിയൊക്കെ ഓതുമ്പോൾ അത് തഹ്കീക്ക് ചെയ്ത് ഓതി പഠിക്കാത്തതിൻ്റെ കുറവാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ച് വഹാബി വായിക്കുമ്പോൾ എങ്ങനെ ജമ്മുൽ ജവാമി വായിക്കാനുള്ള കിതാബാതാ? ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ ദുആ കേൾക്കൂല, ദുആ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്ന് പണ്ട് വഹാബി അർത്ഥം വെക്കുന്ന പോലെ യജൂസു തക്ലീഫു ബിൽ മുഹാലി മുത്ലഖാ എന്നൊരു വാക്കും കേട്ടിട്ട് നിങ്ങളുടെ ഇറങ്ങി പുറപ്പെട്ടതാ. അത് പഠിപ്പിക്കാനാ ഞങ്ങൾ ഈ പറഞ്ഞേനെ. അപ്പൊ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഒന്നുകൂടി പറയട്ടെ, അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടി പറയുന്നുണ്ട്. അവര് തക്ലീഫ് ചെയ്യൽ, കൽപ്പിക്കൽ, കീർത്തിക്കൽ അനുവദനീയമാണ്. ബിൽ മുഹാലി, മുഹാല് കൊണ്ട്, അസംഭവ്യമായ കാര്യം കൊണ്ട്, മുത്ലഖൻ, നിരുപാധികം. നിരുപാധികം എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് തിരിഞ്ഞോ? എവിടെ തിരിയാനാ എൻ്റെ ചങ്ങാതി? മുഹാല് തന്നെ പല ടൈപ്പുണ്ട്. അത് ഏത് മുഹാലാണെങ്കിലും അതുകൊണ്ട് കൽപ്പിക്കൽ അനുവദനീയമാണ് എന്ന് ജംഉൽ ജവാമിയിൽ നിന്നാ വായിച്ചത്. എന്തു പറയാനുണ്ട്? ഇങ്ങനെ വിവരക്കേട് പറയാ. എന്നിട്ട് റാസി ഇമാമു മുഹാലാണ് എന്ന് പറഞ്ഞ ആ തെളിവ് ഞാൻ കൊടുത്തപ്പോ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് പച്ച നുണ പറയാൻ കേട്ടോ. അപ്പൊ ജമ്മുൽ ജവാമി ഓക്കെയാണ്, അവിടെ വായിച്ചാടെ വെച്ചോലിട്ടോ, ഞാൻ ശരിയായി തരാം. പിന്നെ അടുത്തെടുക്കുവാൻ തന്നെ പറ്റും. ഇനി ഒരു കിതാബാണുള്ളത്. പറഞ്ഞോട്ടെ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ കിതാബിലേക്ക് വരാം. കപ്പ നോക്കാം. എന്തായാലും 4ാമത്തെ മസ്അല, അൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ, അവലു അലാ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ മേൽ അവർ അവലംബിച്ചു, ഫീ അന്നഹു തആല ലാ യുകല്ലിഫുൽ അബ്ദ മാ ലാ യുതീഖുഹു. അല്ലാഹു തആല ഒരു അടിമയോട് അവന് സാധ്യമാകാത്തത് കൽപ്പിക്കുകയില്ല എന്ന വിഷയത്തിൽ അവർ അവലംബിച്ചു. അവരുടെ വാദം അതാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ വാദം മുഅ്തസിലിയാക്കളുടെ വാദമാണെന്ന് ഇമാം. 2 പോയിന്റിൽ ഇപ്പൊ എത്തിയല്ലോ. ഒന്ന്, മുഹാലായ അസംഭവ്യമായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കും എന്നാണ് ജംഇലുള്ളത്. അങ്ങനെ കൽപ്പിക്കൂല എന്നുള്ള നമ്മളെ വാദം അത് മുഅ്തസിലാ വാദമാണ് എന്നാണ്. ഇത് ജമ്മെന്ന് ആരോ എഴുതി കൊടുത്തതാവും, കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് തീരുമാനിക്കാം. ശറഉൽ അഖായിദ് ഒന്ന് എടുക്കാം നമുക്ക്. കിതാബ് ഓതുമ്പോൾ ആ രംഗത്തുള്ള എല്ലാ കിതാബും നോക്കി അതിനെ തഹ്കീഖ് ചെയ്യണം. ഇടയ്ക്ക് പിന്നെ ശറഉൽ അഖായിദ് ഞാൻ അങ്ങനെ വിചാരിക്കും, ഇവരെ കുറേ മൊയ്ലിയന്മാരുണ്ടല്ലോ, എന്താ ബൽക്കൊക്കെ പണി. ഈ ചങ്ങാതി ജമ്മുൽ ജവാമി ഓദിനാന്ന് ചോദിച്ചപ്പോൾ ഓനിങ്ങോട്ട് വന്ന് ഇതിലില്ലേ അത് മുഹാലാണ്, അത് കാണാതെ ഞങ്ങളിത് പറഞ്ഞ് അത് ഓതിപ്പടിക്കണം എന്നാ പറഞ്ഞ്. എടുക്ക് ശറഉൽ അഖായിദ്. ശറഉൽ അഖായിദിന്റെ ചട്ടയാണ്. അഖായിദ് പഠിപ്പിക്കാനുള്ള കിതാബല്ലേ. ഇനി അതിൻ്റെ ആ പേജ് എടുക്ക്, 302-ാമത്തെ പേജ് വായിക്ക്. തക്ലീഫുൽ അബ്ദി ബിമാ ലൈസ ഫീ വുസ്ഇഹി, ഒരു അധ്യായത്തിന്റെ പേര്
തക്ലീഫുൽ അബ്ദി, ഒരടിമയെ കീർത്തിക്കൽ, ബിമാ ലൈസ ഫീ വുസ്ഇഹി, അവന്റെ കൈവിൽപ്പെടാത്ത ഒന്നുകൊണ്ട് കൽപ്പിക്കൽ. അവിടെ പറയാ വലാ യുകല്ലഫുൽ അബ്ദു ബിമാ ലൈസ ഫീ വുസ്ഇഹി സവാഉൻ കാന മുംതനിയൻ ഫീ നഫ്സിഹി. എന്താ പറഞ്ഞേ? ഒരടിമ ആ അടിമയുടെ കഴിവിൽപ്പെടാത്ത കാര്യം കൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുകയില്ല. ശറഹുൽ ലഖായിദ്. ഞാൻ എൻ്റെ അടുത്ത പേജ് എടുക്കുക. ബൽക്ക് കിതാബൊക്കെ ഒന്ന് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയുണ്ട്. കണ്ടില്ല നിങ്ങൾ? വഖൗലുഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി എന്നിങ്ങനെ വിശദീകരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹല്ല് ചെയ്യുകയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇതൊക്കെ തെളിവായി കൊണ്ടുവരികയാണ്. നിങ്ങൾ പറയുന്നു ഈ വാദം മുഅ്തസിലക്കാരുടെ വാദമാണ്. അപ്പൊ ശറഉൽ ലഖായിദ് എഴുതിയ സഅദുദ്ദീൻ തഫ്താസാനി മുഅ്തസിലയാണോ? അപ്പോൾ ഒരു കിതാബ് ഓതുമ്പോൾ അതിനെ ഹല്ല് ചെയ്ത് പഠിക്കണം. അപ്പോൾ പിന്നെ പ്രശ്നമായല്ലോ. ജമ്മുൽ ജവാമിയിൽ എന്ന് പറഞ്ഞു? മുഹാലായ കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നു പറയുന്നു. ഈ കിതാബിൽ പറയുന്നു അങ്ങനെ കൽപ്പിക്കാൻ പാടില്ല എന്ന്. അപ്പൊ എവിടെയാണ് വിഷയമുള്ളത്? അതിനടുത്ത പേജ് എടുക്കുക, 304-ാമത്തെ പേജ്. അതിൽ കാണാ ഇത് പഠിക്കാത്തത് കൊണ്ടാണ് ഈ കുടുങ്ങിയത്. വഇന്നമൻ നിസാഉ ഫിൽ ജവാസി ഫമനഅതുൽ മുഅ്തസില. ഇവിടെ തർക്കത്തിന്റെ മാനദണ്ഡമുള്ളത് അങ്ങനെ കൽപ്പിക്കുമോ ഇല്ലേ എന്നതല്ല, കൽപ്പിക്കാൻ അള്ളാഹുവിന് പറ്റുമോ ഇല്ലേ എന്നതിലാണ് തർക്കം. അത് രണ്ടും മനസ്സിലാക്കുന്നിടത്ത് തെറ്റിപ്പോയി. മനസ്സിലായില്ല. അതാണ് ആ ജമ്മു ശരിക്കും ഓതിയില്ല എന്ന് പറഞ്ഞത്. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, കൽപ്പിക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ കൽപ്പിക്കൂ. എന്നാൽ അല്ലാഹു തആലാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കൽപ്പിക്കൽ അനുവദനീയമാണോ? അത് അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓൻ അനുവദനീയമാണോ അല്ലേന്ന് അറിയാം, നമ്മൾ പോണ്ട. അതാ ജമ്മുൽ പറയുന്നത്. ജമ്മുൽ ജവാമിയിൽ പറഞ്ഞ എന്താ? അനുവദനീയമാണോ അല്ലേ എന്ന ചർച്ചയാണ്. അത് അനുവദനീയാണല്ലോ, അല്ലാഹ്ക്ക് ഏതും അനുവദനീയല്ലേ. എന്നാ അവൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനത്തത് ഉണ്ടാവോ? അതുണ്ടാവൂല. അപ്പൊ എവിടെയാണ് തർക്കം എന്ന് പഠിച്ചില്ല. അതുകൊണ്ടാണ് ശറഉൽ ലഖായിദിൽ പറഞ്ഞതും ജമ്മിൽ പറഞ്ഞതും തമ്മിൽ നിങ്ങൾക്ക് പ്രശ്നമായത്. അതുകൊണ്ട് പഠിച്ചോളി. 2 പോയിന്റേ ഉള്ളൂ. അല്ലാഹ് അവിടെ ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മുംകിനായ സാധ്യമായ കാര്യങ്ങളാണ്. അപ്പൊ ഇബ്ലീസിനോട് പറഞ്ഞതൊക്കെ സാധ്യമായ കാര്യമാണ്. അതേ സമയത്ത് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ കൽപ്പിക്കൽ അനുവദനീയമാണ്. അനുവദനീയം എന്നുള്ളതുകൊണ്ട് ഓൻ ചെയ്യണം എന്നില്ലത്. ഇത് രണ്ടുമുള്ള വ്യത്യാസം ഓതി പഠിക്കണ കാലത്ത് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ അപകടത്തിൽ ചെന്നുപെട്ടത്. ഇനി അവിടെ ഒന്നുകൂടി ശറഉൽ ലഖായിദിന്റെ വ്യാഖ്യാനമായ നിബ്രാസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഇബല നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. എന്നാലും വേണ്ടിയില്ല, ഇയാൾ അടുത്ത പ്രാവശ്യമെങ്കിലും ഒന്ന് പഠിച്ചു വരട്ടെ. അതൊക്കെ മുഹാലി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു രൂപത്തിലാണ് എണ്ണീറ്റ് കഴിച്ചിലാവണം. നിബ്രാസ് എടുക്ക്, അതാ പെട്ടെന്ന് പറഞ്ഞു പോവാ. അവിടെ കണ്ടങ്ങൾ ഖാലൽ മുസന്നിഫ് വലാ യുകല്ലഫുൽ അബ്ദു ബിമാ ലൈസ ഫീ വുസ്ഇഹി. അവന്റെ മനുഷ്യന്റെ കൈവിൽപ്പെടാത്തത് അല്ലാഹു അവനോട് കൽപ്പിക്കൂല. ശറഉൽ ലഖായിദ് അവിടെ മുഹാലിനെ 3 ഇനമാക്കി കൊടുത്തിട്ടുണ്ട്. അൽ ഖിസ്മുൽ അവ്വൽ അൽ മുഹാലു ലിദാതിഹി, എല്ലാ അർത്ഥത്തിലും മുഹാലായത്. കജഅലിൽ ഹാദിസി ഖദീമ, ഹാദിസായ കാര്യത്തെ ഖദീമാക്കുന്നത് പോലെ. രണ്ടാമത്തെ ഖിസ്മ് മാ യുംകിനു ഫീ നഫ്സിഹി വലാകിൻ ലാ യസ്തുറു മിനൽ അബ്ദി ഫിൽ ആദാ, സാധാരണഗതിയിൽ നടക്കുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ മനുഷ്യന് കഴിയൂല. അതിന്റെ ഉദാഹരണം പറഞ്ഞത് അന്തരീക്ഷത്തിലൂടെ പറക്കലൊക്കെ പോലെ. ഇനി 3-ാമത്തെ നോക്കി, അതാ നമ്മളെ ചർച്ച. അൽ ഖിസ്മു സാലിസ്, 3-ാമത്തെ ഖിസ്മ് മാ യുംകിനു ആദതൻ മിനൽ അബ്ദി, അടിമയിൽ നിന്ന് അത് നടക്കും, മുംകിനാണ്, സൗകര്യമാണ്. വലാകിൻ ഖദ് സബഖ ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു ബി അന്നഹു ലാ യസ്തുറു അൻഹു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിവിടെ സംഭവിക്കൽ മുംകിനാണ്. അതേ സമയത്ത് അള്ളാഹ്ക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട് അവരിൽ നിന്നത് ഉണ്ടാകൂല. ഇങ്ങനത്തെ കാര്യമോ വഅജ്മഅൽ കുല്ലു അലാ അന്ന തക്ലീഫ ബിഹി വാഖിഉൻ, എല്ലാ പണ്ഡിതന്മാരും അത് സംഭവിക്കുമെന്നതിൽ ഏകാഭിപ്രായമാണ്. ബലിത് തഹ്ഖീഖു, മുസ്ലിം ജമാഅത്തുകാരെ, ജമ്മു ഞങ്ങളെടുത്തുനിന്ന് വന്ന് ഓതിങ്ങള്, നിങ്ങൾ ഏടുന്നാ ജമ്മോദിയത്?
എവിടുന്നെങ്കിലും ഒരു മുഹാൽ ഇത് കണ്ട് അതുകൊണ്ട് തക്ലീഫ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടുപോകലാണോ? ആ പറഞ്ഞത് ജവാസിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് പഠിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞത് അവരിൽ നിന്നത് സംഭവിക്കുമോ ഇല്ലേ എന്ന ചർച്ചയാണ്. മാത്രമല്ല ഇവിടെ ചർച്ചയിലുള്ള ഇബ്ലീസ് മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ശറഹുൽ അഖായിദിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ബലി തഹ്ഖീഖു, തഹ്ഖീഖായ അഭിപ്രായം അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്. ഇബ്ലീസ് മുസ്ലിമാകലും അബൂലഹബ് മുസ്ലിമാകലും ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഇനത്തിൽ എണ്ണാൻ പാടില്ല. ഇതാണ് തഹ്ഖീഖായ അഭിപ്രായം. ഫഹാദാ തഹ്രീറു മഹല്ലിൻ നിസാ, ഇതാണ് തർക്കത്തിന്റെ മാനദണ്ഡമായി മനസ്സിലാക്കേണ്ടത്. അവ തഹ്ഖീഖ് ചെയ്ത് ഓതി പഠിക്കണം. ഇത് ഞങ്ങൾ ഇയാസുന്നിന്ന് ഓതിയത് പിന്നെ ഷെയ്ഖുനാന്റെ അടുത്തുനിന്ന് ഓതി തഹ്ഖീഖാക്കിയതാണോ? നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ റാസി അവിടെ മുഹാലി എന്ന് പറഞ്ഞില്ലേ? റാസി മുഹാലി എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ആ വിഷയത്തിൽ ഉസൂലിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത്. ആരെങ്കിലും മുഹാലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജാസൻ പറഞ്ഞതാണ്. അതിനാണ് മുഹാലുല്ലിൽ ഗൈർ എന്ന് പറയുക. യഥാർത്ഥത്തിൽ അത് സാധ്യമായ സംഭവമാണ്. ഞാൻ പറഞ്ഞു ഓതി പഠിക്കണം. എവിടെങ്കിലും മുഹാലെന്നും തക്ലീഫെന്നും യജൂസു എന്നും പറഞ്ഞാൽ അത് ഞങ്ങളാ അത് വെച്ച് വരട്ടാന്ന് കരുതി വന്നതാ ജമ്മുൽ ജവാമി പഠിപ്പിക്കാൻ. ആദ്യം ശറഹുൽ അഖായിദ് പഠിച്ച് അതിൻ്റെ ഹാഷ്യ നോക്കി, നിബ്രാസ് നോക്കി. മാത്രല്ല നിങ്ങൾ വായിക്കുന്ന ആ ശറഹുൽ അഖായിദ് ജമ്മുൽ ജവാമിന്റെ താഴെ തന്നെ ഉണ്ടല്ലോ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ട് ലമ്മാ സമ്മാഹു ബഅദുന്നാസ്, ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെ എണ്ണിയപ്പോ മുഹാലാണെന്ന് പറഞ്ഞപ്പോ അദ്ഖലഹു ഫീഹി, അപ്പൊ അതിൽ പെടുത്തിയേ ഉള്ളൂ ജമുൽ ജവാമിയിൽ വഇൻ കാനൽ ഹഖു അന്നഹു ലൈസ ബിമുഹാൽ. ഇബ്ലീസ് മുസ്ലിമാകലും അബൂ ത്വാലിബ് ഇതൊന്നും ഫീ നഫ്സിൽ എന്തെല്ലാം മുംകിനാണ്, മുഹാലല്ല. അതാണ് തഹ്ഖീഖ്, അതാണ് ഹഖ് എന്ന് നീ വായിച്ച ജമ്മിന്റെ താഴെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കിതാബായിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതൊക്കെ നിങ്ങൾ തമ്മിൽ പയറ്റിയാൽ മതി. ജമ്മുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും വരണ്ട. ആ ജമ്മിൽ പറഞ്ഞ മുഹാല് തന്നെ 3 ഇനമുണ്ട്. 3ാമത്തെ ഇനമാണിത്. അതിനെ മുഹാല് എന്ന് പറഞ്ഞ തന്നെ മജാസാണ്. യഥാർത്ഥത്തിൽ അത് സാധ്യമാകുന്നതാണ്. ഹക്കായ അഭിപ്രായം അത് മുഹാലല്ല എന്നാണ്. അതുകൊണ്ടാണ് റാസി എന്ത് പറഞ്ഞത്? ഇബ്ലീസിനോട് അല്ല കൽപ്പിച്ചു, മഅ അന്നഹു തആല അമറഹു, കൽപ്പിച്ചു. കൽപ്പിച്ചു പറഞ്ഞാൽ പിന്നെ ജവാസ് അല്ല അവിടെ വരിക, സുദൂറും വുഖൂഉമാണ്. ഇനി കിതാബ് ബൽക്ക് മുസാവറ അടക്കം നമ്മൾ ഓതി കൊടുക്കേണ്ട അവസ്ഥയപ്പുള്ളത്. എന്നിട്ട് റാസിന്റെ ഒരു കിതാബും കൂടി വായിക്കുന്നുണ്ട്. അതും കൂടി ആ ചർച്ച അവിടെ പൂർണ്ണമാണ്. അതും കൂടി ഞാൻ വായിച്ചോട്ടെ. അടുത്ത് അവന്റെ പ്രസംഗം വെക്ക്. സാധ്യമല്ലാത്തൊരു കാര്യം കൊണ്ട് അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന വാദം ഇമാം റാസിക്കുണ്ട് എന്ന പച്ച നുണയല്ലേ റാസി ഇമാമിന്റെ പേരിൽ നീ കെട്ടിവെച്ചു പറഞ്ഞത്? നിനക്കിതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്തെങ്കിലും ബോധത്തോടു കൂടിയാണോ നീ പറയുന്നത്? മഹാനായ ഇമാം റാസി റഹിമഹുല്ലയ്ക്ക് മഹ്സൂൽ എന്നൊരു കിതാബുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബാണ്. അതിനകത്ത് ഇമാം റാസി റഹിമഹുല്ല വളരെ വ്യക്തമായി പറയുന്നത് കേട്ടോളൂ, പഠിച്ചോളൂ. ഇനി ഈ വിവരക്കേട് ആരോടും പറയരുത്. എന്താ പറയുന്നത്? യജൂസു വുറൂദുൽ അംരി ബിമാ ലാ യഖ്ദിറു അലൈഹിൽ മുകല്ലഫു ഇൻദനാ. എൻ്റെ അഭിപ്രായം, റാസി ഇമാമിന്റെ അഭിപ്രായം നീ പറഞ്ഞതല്ല, അതിൻ്റെ നേരെ വിപരീതമാണ്. എന്താ പറഞ്ഞത്? യജൂസു വുറൂദുൽ അംരി, കൽപ്പന വരൽ അനുവദനീയമാണ്. ബിമാ ലാ യഖ്ദിറു അലൈഹിൽ മുകല്ലഫു, മുകല്ലഫായ ഒരാളോട് അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് കൽപ്പിക്കൽ അത് അനുവദനീയമാണ്. കണ്ടങ്ങള് റാസി ഒരു ഭാഗത്ത് വായിച്ച് നമ്മളോട് പറയാ കിതാബുൽ മഹ്സൂൽ കണ്ടിട്ടുണ്ടോ? റാസിയുടെ അൽ മഹ്സൂലാണ് വായിച്ചത്. അതിന്റെ നേരപ്പുറത്തെ പേജ് കൂടി വായിക്ക്. ഇതൊക്കെ ഞങ്ങൾ ആ കാലത്ത് തന്നെ കണ്ടു വളർന്ന 303ാമത്തെ പേജ് വായിക്ക്. വത്തക്ലീഫു ഇന്നമാ യരിദു ബിമാ യഖ്ദിറു അലൈഹിൽ മുകല്ലഫു, മുകല്ലഫായ ആൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യമായ കാര്യം അതുകൊണ്ടേ അല്ലാഹ് കൽപ്പിക്കുകയുള്ളൂ. കുടുങ്ങിയില്ലേ? ഈ വായിച്ചിന് നേരെ എതിരല്ലേ ഇപ്പുറത്തെ പേജില്. അപ്പൊ ഈ പേജിൽ എന്താ പറഞ്ഞ്? അങ്ങനെ അല്ലാഹ് പറയൂ, അങ്ങനെ അല്ലാഹയിൽ നിന്ന് വരൂ. ഈ വായിച്ചതോ
അള്ളാഹ്ക്ക് അനുവദനീയമാണോ എന്ന ചർച്ചയിൽ അള്ളാഹ്ക്ക് അതല്ലേ നമ്മൾ പറയണന്നെ പോ, നമ്മളെ വിഷയം അതല്ലേ. അള്ളാഹ്ക്ക് നിങ്ങൾ നിയമം പഠിപ്പിക്കണ്ട. അള്ളാഹു തആലാക്ക് വേണമെങ്കിൽ അവൻ ലഅ്നാണ് മൽഊനാന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അള്ളാഹു തആലാക്ക് ഓനെ എവിടെയും കടത്താൻ അള്ളാഹ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ചർച്ച ഉണ്ട്. അള്ളാഹ്ക്ക് മുഹാലായ കാര്യം കൊണ്ട് കൽപ്പിക്കാൻ പറ്റുമോ, ജായിസാണോ? അപ്പൊ ജായിസാണ്. എന്നാ അങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇത് രണ്ടും രണ്ടായി മനസ്സിലാക്കണം. ഇതെല്ലാം കൂടി ചക്കരിയും തേങ്ങയും കുഴച്ചാരി ജമ്മു ശറവല്ലക്കായി ഇതെല്ലാം കൂടി ഇവലൊക്കെ വലിയ 4 ദിവസം ചർച്ച ചെയ്തിട്ടാണ് എല്ലാം മറുപടി പറഞ്ഞത്. ഒന്ന് കഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ജമ്മുൽ ജവാമിയൊക്കെ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം. വല്ല പൂതി ഉണ്ടെങ്കിൽ നേരിട്ടുണ്ട് വാ. അപ്പൊ ബാക്കി ഞങ്ങൾ ശരിയാക്കി തരാം. എന്നിട്ട് പോയി നമ്മളെ മധുവൊക്കെ പറയുന്നുണ്ട്, സംവാദമൊക്കെ പണ്ട് നടത്തിയിരുന്നു, അതൊക്കെ ഉഷാറായിരുന്നു. അന്നും ഞങ്ങൾക്ക് മദത് തന്നത് മശായിഖാണ്, ഇന്നും മദത് തരുന്നത് മശായിഖാണ്. അതുകൊണ്ട് ജമ്മുൽ ജവാമി ഒന്നും വായിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ഇനി വേറെയുള്ള കിതാബ് ഇനി അടുത്ത അറിയാം, വേറെ ഏതെങ്കിലും കിതാബ് വെച്ചാൽ വരിക. അത് വന്നാൽ അത് ഞങ്ങൾ വായിക്കും. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ തുഹ്ഫ ഷഹറാനി ഇതൊക്കെ വന്നപ്പോൾ പൊട്ടിപ്പോയില്ലേ? ഇതേപോലെ നിങ്ങൾ വായിച്ച ഇബാറത്തും വിഷയവുമായിട്ട് ബന്ധമില്ല. അതൊക്കെ മശായിഖുമാർ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ.